ഇന്ത്യ ചൈന അതിർത്തി വ്യാപാരം 6 വർഷത്തിനു ശേഷം പുനരാരംഭിക്കുന്നു. ചരിത്രപരമായ സിൽക്ക് റൂട്ട് വഴിയുള്ള വ്യാപാരം ഓഗസ്റ്റ് 1 തുടങ്ങും. കോവിഡ് മഹാമാരിയെ തുടർന്ന് 6 വർഷമായി നിർത്തിവെച്ചിരുന്ന ഇന്ത്യ ചൈന അതിർത്തി വ്യാപാരം ഓഗസ്റ്റ് 1 പുനരാരംഭിക്കുന്നു. കിഴക്കൻ സിക്കിമിലെ ചരിത്രപ്രസിദ്ധമായ നാഥുല ചുരം വഴിയുള്ള പുരാതന സിൽക്ക് റൂട്ട് വ്യാപാരത്തിനാണ് വീണ്ടും ജീവൻ വയ്ക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെയും വ്യാപാര സാമ്പത്തിക പുരോഗതിയുടെയും ഭാഗമായി 2006 ജൂലൈ 6 സിൽക്ക് റൂട്ട് വഴിയുള്ള അതിർത്തി വ്യാപാരം ആദ്യമായി പുനരാരംഭിച്ചത്. എല്ലാ വർഷവും മെയ് മുതൽ നവംബർ വരെയുള്ള 6 മാസക്കാലമാണ് നാഥുല ചുരം വഴിയുള്ള അതിർത്തി വ്യാപാരത്തിന് ഔദ്യോഗികമായി അനുമതിയുള്ളത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന വ്യാപാരം വീണ്ടും ആരംഭിക്കുന്നത് സിക്കിം ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ വ്യാപാരികൾക്കും ജനങ്ങൾക്കും വലിയ ആശ്വാസമാകും. ഏഷ്യ, പശ്ചിമേഷ്യ, യൂറോപ്പ് എന്നീ വൻകരകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ചരക്കുകൾ, സംസ്കാരം, ആശയങ്ങൾ എന്നിവയുടെ കൈമാറ്റത്തിന് വഴിയൊരുക്കിയ ചരിത്ര പ്രസിദ്ധമായ പാതയാണ് സിൽക്ക് റൂട്ട്. മരുഭൂമികളും പർവ്വതങ്ങളും സമതലങ്ങളും കടലുകളും താണ്ടുന്ന സങ്കീർണമായ വ്യാപാര ശൃംഖലയായിരുന്നു ഇത്. ടിബറ്റിലെ ലാസയിൽ നിന്നുള്ള പുരാതന വ്യാപാര പാതയുടെ ഒരു ശാഖയാണ് സിക്കിമിലെ സിൽക്ക് റൂട്ട്. ചുംബി താഴ്വരയും നാഥുല ചുരവും കടന്ന് പശ്ചിമ ബംഗാളിലെ താമ്രലിപ്ത തുറമുഖത്താണ് ഈ പാത അവസാനിക്കുന്നത്. അവിടെ നിന്ന് ശ്രീലങ്ക, ബാലി, ജാവ, വിദൂര പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കടൽ മാർഗമുള്ള വ്യാപാരവും നടന്നിരുന്നു. അതേസമയം അതിർത്തിയിലേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 45 കിലോമീറ്റർ ദൈർഘ്യമുള്ള സിവോക് രംഗ്പോ റെയിൽവേ ലൈനിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഈ പാത നാഥുല ചുരം വരെ നീട്ടാനും പദ്ധതിയുണ്ട്. ഗാംഗ്ടോക്കിനെ നാഥുലയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള റെയിൽവേ പാതയുടെ അന്തിമ സർവേയും ആരംഭിച്ചിട്ടുണ്ട്. റോഡ് ഗതാഗതം സുഗമമാക്കുന്നതിനായി കിഴക്കൻ സിക്കിമിലെ ദേശീയപാത 717B-യിൽ റോങ്ലി ബസാർ മുതൽ ഇന്തോ ടിബറ്റ് അതിർത്തിക്കടുത്തുള്ള മെല്ല വരെ 93 കിലോമീറ്റർ ഹൈവേയുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടാതെ അടിക്കടി ഗതാഗതം തടസ്സപ്പെടുന്ന ദേശീയപാത 10 പകരമായി ഇതിനായി കേന്ദ്ര സർക്കാർ ഈ വർഷം ആദ്യം 770 കോടി രൂപ അനുവദിച്ചിരുന്നു. ഹിന്ദുക്കളുടെ പുണ്യസ്ഥലമായ ടിബറ്റിലെ കൈലാസ മാനസരോവറിലേക്കുള്ള തീർത്ഥയാത്ര 2025 നാഥുല ചുരം വഴി പുനരാരംഭിച്ചിരുന്നു. സിക്കിം അതിർത്തിയിലെ ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നാഥുല വഴിയുള്ള വ്യാപാരം പുനരാരംഭിക്കുന്നത് ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധത്തിൽ നിർണായക വഴിത്തിരിവാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.